ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിരസത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു മലയാളം പ്ലാനറിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗൃഹകാല എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ച ചുവട് എന്ന് പറയുന്ന ഒരു പ്ലാനറിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല യൂസർ റിവ്യൂവും റേറ്റിംഗ്സും ഒക്കെ ഉള്ള ഒരു പേജാണ് ഗൃഹകാല എന്ന് പറയുന്നത്. അതിൽ അവർക്ക് ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട്. അതിൽ നമ്മൾ ചുവട് എന്ന് പറയുന്ന ഒരു പ്ലാനറാണ് വാങ്ങിച്ചു നോക്കിയത്. ഞാൻ പൊതുവേ ഇംഗ്ലീഷ് പ്ലാനേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് മലയാളം പ്ലാനർ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നത്. അപ്പൊ അതിന്റെ റിവ്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഉപയോഗിച്ചിരുന്നത് ഫൈൻഡ് യുവർ ബാലൻസ് എന്ന് പറയുന്ന പ്ലാനറാണ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു 2 years ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ചുവട് എന്ന് പറയുന്ന ഒരു പ്ലാനർ ട്രൈ ചെയ്യുന്നത്. എനിക്ക് അത്യാവശ്യം നല്ലൊരു പ്ലാനർ ജേണൽ ലൈക്ക് ഒരു സംഭവമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ റിവ്യൂ ഇടാന്ന് വിചാരിച്ചത്. ഇതൊരു പെയ്ഡ് റിവ്യൂവോ സ്പോൺസേർഡോ ഒന്നുമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് നല്ലതായതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്കത് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കൂടെ ഉണ്ടാവണം. ഇതാണ് നമ്മുടെ പ്ലാനറിന്റെ കവർ പേജ് ആയിട്ട് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ആണല്ലേ കവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഭയങ്കരമായിട്ടും ഒരു മലയാള തനിമ തുളുമ്പുന്ന ഒരു പ്ലാനറായിട്ടാണ് എനിക്കിതിനെ എപ്പോഴും വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ എപ്പോൾ ഇത് എഴുതാൻ വേണ്ടി എടുത്താലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. ചുവടെന്ന് പറയുന്ന പേര് തന്നെ വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നി. കാരണം നമ്മുടെ ജീവിതത്തിലെ ഓരോ ചുവട് വെപ്പും അതിനെല്ലാം വളരെയധികം അർത്ഥവത്തായ രീതിയിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ദിവസങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് എങ്ങനെ നമ്മൾക്ക് നമ്മുടെ ഗോൾസ് അറ്റൈൻ ചെയ്യാം എന്നൊക്കെ പറയുന്ന ഒരു നല്ലൊരു ജേണലാണ്. ജേണൽ പ്ലാനർ രണ്ടുമാണ്. ഇത് 2 ബുക്ക് മാർക്സ് ആണ്. ഇത് അവർ അതിൻ്റെ ഒപ്പം നമുക്ക് സെൻഡ് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു നല്ലൊരു നോട്ട്സും എനിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരാൾ നമുക്ക് ഗിഫ്റ്റ് തരുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അവരുടെ ഈ കൊറിയർ റിസീവ് ചെയ്ത് അത് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീല്. ഇതാണ് ഞാൻ പറഞ്ഞ ഹാൻഡ് റിട്ടേൺ ആയിട്ടുള്ള നോട്ട്. കൃത്യവും ശക്തമായ തീരുമാനങ്ങൾക്ക് ജീവിതത്തെ പുതിയ നിലയിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. ഇനി ഓരോ ചുവടുവയ്പും ചുവടിൽ തെളിഞ്ഞു കാണട്ടെ എന്ന് ഗൃഹകാല ആശംസിക്കുന്നു. ഇതാണ്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും തന്നിട്ടുണ്ട്. സെൽഫ് ലവിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സാണ്. നമുക്ക് ഈ പ്ലാനർ യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ ബുക്ക് മാർക്സും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ ബുക്സൊക്കെ വായിക്കുന്നവരാണെങ്കിൽ അത് ഒരുപാട് ഉപകാരപ്പെടും.
ഇതിൽ ഫസ്റ്റ് പേജിൽ തന്നെ ധനകാര്യം എന്ന് പറയുന്ന ഒരു പേജുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഡേയ്സും എങ്ങനെ നമുക്ക് ടാസ്കുകൾ ലിസ്റ്റ് ചെയ്യണം, ടു ഡു ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തീർക്കാനുള്ളത് എന്നെല്ലാം ഉണ്ട്. ഈ ധനകാര്യം എന്ന് പറയുന്ന പേജിൽ നമ്മുടെ ഫിനാൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓരോ ദിവസത്തിലും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എഴുതാനും കുറിപ്പ് എഴുതാനുമായിട്ടുള്ള പ്രത്യേകം സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ ഈ മാസം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ടൊരു കലണ്ടർ ഉണ്ട്. അതിനുശേഷം മന്ത് എൻഡിൽ മനം നിറയെ ഈ മാസം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മളെ വിഷമിപ്പിച്ച എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതെന്താണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുന്നത് ആരുടെ അടുത്താണ് എന്നൊക്കെയുള്ളൊരു കുറിപ്പും നമുക്കിതിനോടൊപ്പം എഴുതാം. ഓരോ ആഴ്ചയുടെ അവസാനവും നമ്മൾ ഒരു കുറിപ്പ് ആ ആഴ്ചയെ പറ്റി എഴുതുന്നതിന് വേണ്ടിയിട്ടും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം, നല്ല ശീലങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജും കൂടെ ഉണ്ട്. അത് ഏറ്റവും തുടക്കത്തിലാണ്, ധനകാര്യം പേജിൻ്റെ തൊട്ട് നെക്സ്റ്റ് പേജായിട്ടുള്ളത്. അത് നമുക്ക് നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഹാബിറ്റ്സ് ഇനി വളർത്തിയെടുക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിൽ കാണുന്ന കുറച്ച് കാര്യങ്ങൾ, രാവിലെ നേരത്തെ എണീക്കണം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ ദിവസവും അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് വെക്കാം. ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച എൻ്റെ പഴയ ജേണലും ഇപ്പം യൂസ് ചെയ്യുന്ന പുതിയ ജേണലും. രണ്ടും അത്യാവശ്യം നല്ലതാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ചുവടെന്ന് പറയുന്ന മലയാളം പ്ലാനർ തന്നെയാണ്. കാരണം നമുക്ക് എഴുതാനും കുറച്ചുകൂടെ നമ്മുടെ ഓൺ ലാംഗ്വേജിൽ നമ്മൾ എഴുതുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഇതല്ലേ, ഒരു സന്തോഷമല്ലേ. അതുപോലെ എനിക്ക് ചുവടാണ് കുറച്ചുകൂടെ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മുടെ ഫൈൻഡ് യുവർ ബാലൻസ് പ്ലാനറിൻ്റെ അതും സെയിം അതുപോലെ തന്നെയാണ്, കുറച്ച് റേറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ പ്ലാനർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലാനർ ബൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്കും എല്ലാം, പേജിൻ്റെ ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.